ഈ മണ്ണിൽ തന്നെ നാളുകൾക്ക് മുമ്പേ തൈകൾ നട്ട് ചെടികൾ നട്ട് അതെല്ലാം നല്ലവണ്ണം പൂത്തു നിൽക്കുന്ന വേളയിൽ ഈ ഉത്സവം സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം CP ഷാജി. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രാർത്ഥനകളുടെ തീർത്ഥാടനമാകുന്ന അർത്തുങ്കൽ പള്ളിയിൽ ഇന്ന് മകരത്തിരുന്നാൾ ആരംഭിക്കുകയാണ്. ഈ മകരത്തിരുന്നാൾ ആരംഭിക്കുമ്പോൾ അർത്തുങ്കലേക്ക് വരുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെ കണ്ണുകൾക്ക് ആനന്ദത്തിൻ്റെ കാഴ്ചകളുടെ വസന്തത്തിൻ്റെ സുഗന്ധത്തിൻ്റെ മാരിവിൽ വിടരുന്ന അതിഗംഭീരമാകുന്ന ഒരു പൂപ്പാടം 1.5 ഏക്കർ പുരയിടത്ത് അതിമനോഹരമായൊരു പൂപ്പാടം ഒരുക്കിയിരിക്കുകയാണ്. പൂപ്പാടം ഒരുക്കിയിരിക്കുന്നത് സൂര്യകാന്തി പൂക്കളുകളിലൂടെ ലോകത്തിൻ്റെ മനസ്സുകളിലേക്ക് ആ സൂര്യകാന്തി പൂവിൻ്റെ പ്രഭയോടെ വളർന്നു വന്ന കരപ്രദേശത്തിൻ്റെ യുവ കർഷകൻ ശ്രീ സുജിത്ത് ഒരുക്കുന്ന പവർ ഷോ ഇന്നു മുതൽ 20 ദിവസക്കാലം ഈ അർത്തുങ്കലിലേക്ക് വരുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെ കണ്ണുകളിലേക്ക് ആനന്ദത്തിൻ്റെ കാഴ്ചകളുടെ പൂക്കളുകളുടെ വസന്തം വിരിക്കുന്ന ഈ കാഴ്ചകളിലേക്ക് സ്വദേശികളും വിദേശികളുമായ കണ്ടാലും മതിവരാത്ത അത്രയും പൂക്കളുകളുടെ ഒരു വസന്തം കാണുവാൻ നിങ്ങളുണ്ടാവണം. നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അർത്തുങ്കൽ പള്ളിയിൽ നിന്നും ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ തെക്കുമാറി ആണ് ഈ പൂപ്പാടം ഒരുങ്ങുന്നത്. ഈ പൂപ്പാടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹ ബഹുമാനത്തോടെ ക്ഷണിക്കുകയാണ്. കാണണം, കാണേണ്ട കാഴ്ചകളുടെ വസന്തമാണ് ഇവിടെ ഒരുങ്ങുന്നത്.
ചരിത്രപ്രസിദ്ധമായ അർത്തുങ്കൽ ദേവാലയത്തിലെ പെരുന്നാളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ശ്രീ സുജിത്തും അഗസ്റ്റിൻ സാറും എല്ലാ കൊല്ലവും പൂക്കളുടെ ഒരു മഹോത്സവത്തെ ഈ മണ്ണിൽ സൃഷ്ടിച്ചെടുക്കാറുണ്ട്. സാധാരണ കാണുന്ന പുഷ്പോത്സവം, പുഷ്പപ്രദർശനം എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി ലൈവായി ഈ മണ്ണിൽ തന്നെ നാളുകൾക്ക് മുമ്പേ തൈകൾ നട്ട്, ചെടികൾ നട്ട് അതെല്ലാം നല്ലവണ്ണം പൂത്തു നിൽക്കുന്ന വേളയിൽ ഈ ഉത്സവം സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് അർത്തുങ്കൽ പള്ളി പെരുന്നാളിന് കൊടികയറുന്ന അതേ സമയത്ത് തന്നെ, അതേ ദിവസം തന്നെയാണ് ഈ പുഷ്പോത്സവത്തിൻ്റെയും പ്രദർശനം ഔപചാരികമായി തുടങ്ങുന്നത്. കുറേ ദിവസങ്ങളായി, മാസങ്ങളായുള്ള ശ്രീ സുജിത്തിൻ്റെ അത്യധ്വാനമാണ് ഇവിടെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് എന്ന വലിയ പ്രത്യേകതയുണ്ട്. എല്ലാ കൊല്ലവും അഗസ്റ്റിൻ സാറിൻ്റെ ഈ പറമ്പിൽ പൂക്കളുടെ വലിയ ഒരു ഉത്സവത്തെ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. പ്രിയങ്കരനായ സുജിത്ത്, വെറൈറ്റി ഫാർമർ എന്നാണ് സുജിത്ത് തന്നെ അറിയപ്പെടുന്നത്, സുജിത്ത് തന്നെയും വിശേഷിപ്പിക്കുന്നത്. വ്യത്യസ്തങ്ങളാർന്ന കൃഷിരീതികൾ പ്രായോഗികമായി പരിശീലിക്കുകയും അത് നാട്ടിൽ മണ്ണിൽ പ്രയോഗിക്കുകയും ചെയ്ത് ഉന്നതമായ തലത്തിലേക്ക് അതിനെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സുജിത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നാണ്. കൃഷിയെ ഏറ്റവും പ്രാധാന്യത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് സുജിത്ത് നടത്തുന്ന പരീക്ഷണങ്ങൾ ഈ നാടിൻ്റെ മണ്ണിൽ വിജയിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി, 3 വർഷമായി അർത്തുങ്കൽ പെരുന്നാളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സുജിത്ത് മനോഹരമായ പൂന്തോട്ടം ഒരുക്കുന്നുണ്ട്. ഈ മണ്ണിൽ നേരത്തെ തന്നെ നട്ട് പരിപാലിച്ച് വളർത്തി പൂക്കളെ വിളയിച്ചെടുത്തുകൊണ്ടാണ് ഇക്കുറിയും സുജിത്ത് ഈ പുഷ്പോത്സവത്തെ സംഘടിപ്പിച്ചിരിക്കുന്നത്. വൈവിധ്യങ്ങളായ നിരവധി കാഴ്ചകളുണ്ട്. കൃഷിയുടെ രീതികളെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പച്ചക്കറിയുടെ രീതി ഒരുക്കിയിട്ടുണ്ട്. മത്സ്യം, മീൻ പിടിക്കുക എന്നതൊക്കെ വരുന്ന ഒരാൾക്ക് നന്നായി വിനിയോഗിക്കാൻ പാകമാകുന്ന തരത്തിലേക്ക്, ഇതിൻ്റെ പങ്കാളിയാവാൻ പാകമാകുന്ന തരത്തിലേക്കാണ് അതിനെയെല്ലാം സുജിത്ത് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കരപ്പുറത്തിൻ്റെ മണ്ണിൻ്റെ പ്രത്യേകതയും സവിശേഷതയും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് കരപ്പുറത്തിൻ്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും അല്പം പോലും കൈവിടാതെ അതിമനോഹരമായ ഒരു പൂക്കാലത്തെയാണ് ഈ മണ്ണിൽ സുജിത്ത് ഒരുക്കിയിരിക്കുന്നത്. പൂക്കൾ നമുക്കേറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. കാഴ്ചയ്ക്ക്, മനസ്സിന് വല്ലാത്ത കുളിർമ നൽകുന്ന ഒന്നാണ്. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉള്ള ഇടങ്ങളിൽ, വരണ്ട രീതിയിലേക്കെല്ലാം പോകുന്ന ഇടങ്ങളിൽ മനസ്സിനെ നല്ലവണ്ണം ഉന്മേഷഭരിതമാക്കാൻ ഇത്തരം പുഷ്പോത്സവങ്ങൾ ഉപകരിക്കുക തന്നെ ചെയ്യും. അത് തീർച്ചയായിട്ടും സുജിത്ത് ഒരുക്കിയിരിക്കുന്നത് അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. കണ്ണിന് മാത്രമല്ല, മനസ്സിനും അത് ഏറ്റവും കൂടുതൽ സന്തോഷവും സംതൃപ്തിയും നൽകുന്നു എന്നുള്ളതാണ്. ഈ പൂക്കളുടെ വിരുന്നൊരുക്കുന്നതിലൂടെ നമുക്കെല്ലാം, ഈ വിരുന്ന് പങ്കെടുക്കുന്നതിലൂടെ നമുക്കെല്ലാം ലഭ്യമാകുന്നത്. വിരുന്നൊരുക്കിയിരിക്കുന്ന മനോഹരമായ ഈ പുഷ്പോത്സവത്തെ സംഘടിപ്പിച്ചിരിക്കുന്ന ശ്രീ സുജിത്തിനും അതിനെല്ലാ പിന്തുണയും പിൻബലവും നൽകുന്ന അഗസ്റ്റിൻ സാറിനും, കൈമെയ് മറന്ന് ഇതിനെല്ലാ തരത്തിലും എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സിനിമോൾ സാംസൺ, പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് നിബു, രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖരായ ആൾക്കാർ, മോഹൻ ചേട്ടൻ അടക്കമുള്ള ആൾക്കാർ, ഒരു നാടപ്പാടെ, ഒരു നാട് ഒന്നാകെ ഇതിൻ്റെ പിന്നണിയിലും മുന്നണിയിലും നിന്ന് ഇവരെ സഹായിക്കാനുണ്ട്. കൃഷി വകുപ്പിൻ്റെയും സാധ്യമായ എല്ലാ സഹായങ്ങളും ഞങ്ങളും നൽകുന്നുണ്ട്. സുജിത്ത് വിജയിക്കേണ്ടത് നമ്മുടെ എല്ലാം അത്യാവശ്യമാണ്. സുജിത്ത് ഒരുക്കിയിരിക്കുന്ന ഈ വർണ്ണപ്രപഞ്ചം കാണാനെത്തുന്ന മുഴുവൻ ആളുകൾക്കും അത് ഏറ്റവും മനോഹരമായൊരു കാഴ്ചയായിരിക്കും, ഏറ്റവും നല്ല ഒരു അനുഭവമായിരിക്കും. വൈവിധ്യങ്ങളാർന്ന ചില ഇനങ്ങൾ കൂടി ഇത്തവണ സുജിത്ത് ഇതോടൊപ്പം ഒരുക്കുന്നുണ്ട്. നമ്മൾ കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത ചില കിളികളെ നമുക്കിവിടെ കാണാൻ കഴിയും. അതെല്ലാം സുജിത്ത് ഇതിനായി ഒരുക്കിയിട്ടുണ്ട്. വരുവാനും കാണുവാനും നമ്മൾ മിനക്കെട്ടാൽ തീർച്ചയായിട്ടും അതൊരു ഏറ്റവും നല്ല മുതൽക്കൂട്ടായിരിക്കും. അത് ഏറ്റവും മനോഹരമായ ഒരു വിരുന്നിലേക്കാണ് നമ്മളെയെല്ലാം സുജിത്തും സംഘവും ക്ഷണിക്കുന്നത്. സുജിത്ത് ഒരുക്കിയിരിക്കുന്ന പൂക്കളുടെ ഈ മനോഹരമായ വിരുന്ന് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.